10th സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 1 അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പേജ് നമ്പർ 27 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 7 ടേം ഈസ് 70. അതായത് S7 നമുക്ക് തന്നിട്ടുണ്ട്. സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറഞ്ഞത്. S7 70 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 70 കിട്ടുന്നത്. ശ്രദ്ധിക്കുക, 7 ടേംസ് ആഡ് ചെയ്ത 70 എന്ന് പറയുമ്പോൾ നമുക്ക് മിഡിൽ ടേം കിട്ടുക. 7 ടേംസ് ആണ്. 7 എന്ന് പറയുമ്പോൾ ഓഡ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ 7 + 1 8. 8ൻ്റെ പകുതി 4, അതായത് നമുക്ക് മിഡിൽ ടേം കിട്ടുക. x4 ആണ് കിട്ടുക. x4 = 70/7 ആണ് ചെയ്യുക. x4 = 7. അപ്പോൾ മിഡിൽ ടേം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ബൈ നമ്പർ എന്നുള്ളൊരു ഇക്വേഷനാണ് ഫോം ചെയ്യുക. നമുക്ക് മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് 4th ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ നമ്പർ മൈനസ് ചെയ്തിട്ടും പ്ലസ് ചെയ്തിട്ടും നമുക്ക് പുതുതായിട്ട് സീക്വൻസ് ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ മിഡിൽ ടേം കാണേണ്ട ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. സം ബൈ നമ്പർ എന്നുള്ളത് S7 70 തന്നിട്ടുണ്ട്. മിഡിൽ ടേം ആയ x4 7 തന്നു കഴിഞ്ഞാൽ 7നോട് 1 ആഡ് ചെയ്യുക, 8 കിട്ടും. 8/2 4, അതാണ് മിഡിൽ ആയിട്ടുള്ള ആൻസർ വരിക. x4 ഇപ്പം നമുക്ക് 11 നമ്പർ തന്നു കഴിഞ്ഞാൽ 11 + 1 എന്ന് പറയുന്നത് 12 ആണല്ലോ. അപ്പോൾ 11 + 1 12 ആണ്. അപ്പോൾ 12ൻ്റെ ഹാഫ് ആയ 6, നമുക്ക് x6 ആണ് കിട്ടുക. S11 തന്നു കഴിഞ്ഞാൽ x6 ആണ് കിട്ടുക. S5 തന്നു കഴിഞ്ഞാൽ നമുക്ക് x3 ആണ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ x4 70/7 = 10 ആണ്. അതായത് 4th ടേം 7, 4th ടേം 10 ആണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് 9 8 7 എഴുതാം. 1 2 3 4 ടേൺ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് 1 ആഡ് ചെയ്തിട്ട് എഴുതാം. ഇനി ഞാൻ വേണ്ടി വേറൊരു പാറ്റേൺ എഴുതിയിരിക്കുന്നത് 10 എഴുതിയിട്ട് അങ്ങോട്ടേക്ക് 5 ആഡ് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 2 3 4th ടേമാണ് എഴുതുക. ലെഫ്റ്റ് സൈഡിലേക്ക് 3rd ടേം, 2nd ടേം, 1st ടേം. 5 മൈനസ് ചെയ്യുന്നതാണ്. റൈറ്റ് സൈഡിലേക്ക് 5 ആഡ് ചെയ്യാം. ഇനി അടുത്ത പാറ്റേൺ ഞാൻ എഴുതിയിട്ടുള്ളത് 10 ആണ്. 2 ആഡ് ചെയ്തിട്ട് ഫ്രണ്ട് പോകുന്നു. അങ്ങോട്ടേക്ക് 2 ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടേക്ക് 2 മൈനസ് ചെയ്യുന്നത് 4th ടേം, 3rd ടേം, 2nd ടേം, 1st ടേം. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ പാറ്റേൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 10 ആണ് ഇവിടെ ഉള്ളത്. 10 കഴിഞ്ഞിട്ട് 20 30 40 എന്ന് എഴുതാം. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 10 ആണെങ്കിൽ ഇവിടുത്തെ ഒരു 0 -10 -20 ആ രീതിയിൽ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30 and the sum of the first 7 term is 140. What is the second term? What is the 4th term? What are the first 3 terms of the sequence? അപ്പോൾ ഇവിടെ നമുക്ക് 3 ടേംസ്, ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ആണ്. അപ്പോൾ S3 തന്നിട്ടുണ്ട്. അപ്പോൾ S3 തന്നാൽ നമുക്ക് x2 കിട്ടും. x2 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ടേം ആണ് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് S7 തന്നിട്ടുണ്ട്. S7 എന്ന് പറയുമ്പോൾ നമ്മളോട് 4th ടേം ചോദിച്ചിട്ടുണ്ട്. S7 തന്നു കഴിഞ്ഞാൽ നമുക്ക് 4th ടേമും കിട്ടും. പിന്നെ നമുക്ക് പാറ്റേൺ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. S3 എന്ന് പറയുമ്പം 30 ആണ്. മിഡിൽ ടേം എന്ന് പറയുമ്പോൾ 3 ആകുമ്പോൾ 3 + 1 4/2. അപ്പോൾ 4/2 എന്ന് പറയുമ്പോൾ 2 ആണ്. x2 ആണ് കിട്ടുക. x2 എന്ന് പറയുമ്പം 30/30/3 ആണ് എഴുതുക. 10 കിട്ടും. ഇനി നമുക്ക് S7 എന്ന് പറയുമ്പോൾ 7 ടേംസിൻ്റെ സമ്മാണ്. 7 വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. അത് 140 ആണ്. അപ്പോൾ നമുക്ക് x4 ആണ് കിട്ടുക. 7 + 1 8 ആണ്. 8ൻ്റെ പകുതി 4. അപ്പോൾ x4 = 140/7 ആണ്. 140/7 ആണ്. അപ്പോൾ 20 ആണ് കിട്ടുക. ഇനി നമ്മൾ ഡി കാണേണ്ട ഇക്വേഷൻ, ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം 10 ആണ്, 4th ടേം 20 ആണ്. ഡി കാണേണ്ട ഇക്വേഷൻ 20 - 10 4 - 2. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറൻസ് ഓഫ് ടേംസ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 5 എന്ന് കിട്ടും. അതുകൂടാതെ നമുക്ക് സെക്കൻഡ് ടേം 10 ആണെന്നറിയാം. അപ്പോൾ 5 മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം 5 വരും, ഇവിടെ 15 വരും. അങ്ങനെ നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. The sum of first 5 terms of an arithmetic sequence is 150 and the sum of first 10 term is 550. What is the third term of the sequence? What is the 8th term of the sequence? Write the first 3 terms of the sequence. അപ്പോൾ ഇത് കുറച്ചൊരു മാറ്റമുണ്ട്. കാരണം നമുക്കവിടെ ആദ്യം തന്നിട്ടുള്ളത് 5 ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ ഫസ്റ്റ് 5 ടേംസിൻ്റെ സം എന്ന് പറയുമ്പം S5 ആണ് 150 എന്ന് പറയുന്നത്. S5 തന്നാൽ നമുക്ക് x3 ആണ് കിട്ടുക. കാരണം 5 + 1 6 ആണ്. 6ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3. x3 = 150/5 എന്ന് കിട്ടും. 150/5 30 എന്ന് കിട്ടും. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് S10 ആണ്. അപ്പോൾ S10ൽ നമുക്കറിയാം, നമുക്ക് ഓഡ് നമ്പറിന് മാത്രമേ എന്ത് വരുള്ളൂ? നമ്മളെ മിഡിൽ ടേം കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈവൺ നമ്പറിൻ്റെ മിഡിൽ എന്ന് പറയുമ്പോൾ 2 നമ്പർ ഉണ്ടാവും.
ആ 2 നമ്പർ കിട്ടുന്നത് നോക്കാം. നമുക്കിപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് 6 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 6 നമ്പേഴ്സ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 0യും 21ഉം ആഡ് ചെയ്ത 21 ആണ്. 3യും 18ഉം ആഡ് ചെയ്ത 21 ആണ്. 6ഉം 15ഉം ആഡ് ചെയ്ത 21 ആണ്. 9ഉം 12ഉം 21 ആണ്. അതായത് നമുക്ക് ഈവൺ നമ്പേഴ്സ്, ഈ നമ്പറിന് പ്രത്യേകതയില്ല, എണ്ണാണ്. 1 2 3 4 5 6 7 8. നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എണ്ണാണ് പറയുന്നത്. നമ്പർ ഓഫ് ടേംസ് ഈവൺ നമ്പർ ആണെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും ആഡ് ചെയ്താലും സെക്കൻഡും ബിഫോർ ലാസ്റ്റ്, അതായത് ലാസ്റ്റിൻ്റെ തൊട്ട് മുമ്പിലേത്തത് ആഡ് ചെയ്താലും തേർഡും അതിൻ്റെ ബിഫോർ ലാസ്റ്റിൻ്റെ മുന്നിലേത്തത് അല്ലേ, അത് ആഡ് ചെയ്താലും നമുക്ക് എന്തായിരിക്കും ഒരേ ആൻസറാണ് കിട്ടുക. ഇപ്പം നമുക്കിവിടെ ഇപ്പം തന്നിരിക്കുന്ന നമ്പർ നിങ്ങൾ നോക്കുക, 6 ആണ്. അപ്പോൾ 6ഉം 1ഉം ആഡ് ചെയ്താലും 5ഉം 2ഉം ആഡ് ചെയ്താലും 4ഉം 3ഉം ആഡ് ചെയ്താലും ഒരേ ആൻസർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നതിൽ S10 ആണെന്ന് വിചാരിക്കുക. S10 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ആലോചിക്കുക, 10 നമ്പർ ഉണ്ട്. 10 നമ്പർ ഇല്ലതിൽ 1ഉം 10ഉം ആഡ് ചെയ്താൽ ഒരേ ആൻസർ ആയിരിക്കും. 2ഉം 9ഉം ഒരേ ആൻസർ ആയിരിക്കും. 3യും 8ഉം ഒരേ ആൻസർ ആയിരിക്കും. അങ്ങനെയുള്ള സെറ്റ് എത്ര എണ്ണം ഉണ്ടാവും? 5 സെറ്റ് ഉണ്ടാവും ഒരേപോലത്തെ. നിങ്ങൾ നോക്കിയോ, 1 2 3 4 5. ഇവിടെ ഇപ്പോൾ നമ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ 8 എണ്ണം ഉള്ളത് കൊണ്ട് 4 സെറ്റാണ് ഒരേപോലെ ഉണ്ടാവുക. ഇപ്പോൾ 9ഉം 12ഉം 21 ഒരു സെറ്റ്. പിന്നെ 6ഉം 15ഉം 21 വേറെ ഒരു സെറ്റ്. 3യും 18ഉം 21 വേറെ ഒരു സെറ്റ്. 0യും 21ഉം 21. അപ്പോൾ 8 നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ 4 സെറ്റ്, 10 നമ്പർ ഉണ്ടാകുമ്പോൾ 5 സെറ്റാണ് ഉണ്ടാവുക, ഒരേപോലത്തെ 5 സെറ്റ്. അപ്പം നമ്മളിവിടെ ഇപ്പം S10ൻ്റെ ഒരു സെറ്റ് കാണാൻ വേണ്ടിയിട്ട്, അത് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ X3യും X8ഉം എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ഒരു X1ഉം X10ഉം ഉണ്ടാവും, അതുപോലെ X2ഉം X9ഉം ഉണ്ടാവും, X3യും X8ഉം ഉണ്ടാവും, X4ഉം X7ഉം ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്പർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് X3യും X8ഉം എടുക്കുന്നത്? കാരണം നമുക്ക് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ അകത്ത് X3ൻ്റെ ആൻസർ ഉണ്ട് 30 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പേരന്നെ എടുക്കണം. അപ്പോൾ X3യും X8ഉം എന്ന് പറയുന്നത് 550/5 ആണ്. എന്തുകൊണ്ട് ഈ 5 വന്നത്? ഇവിടെ 10 ആകുമ്പോൾ നമ്മളിവിടെ 5 എഴുതും, ഇവിടെ 8 ആകുമ്പോൾ നമ്മൾ 4 എഴുതും, ഇവിടെ ഇപ്പോൾ 20 ആണെങ്കിൽ നമ്മളിവിടെ 10 ആണ് എഴുതാം. ഇപ്പോൾ X3യും X8ഉം ആഡ് ചെയ്ത 110 ആണ്. X3 എന്ന് പറയുമ്പോൾ 30 ആണ്. ആ 30 അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് 80 വരും. അതായത് X8 80 എന്ന് കിട്ടി. X3 ഇത് നമുക്ക് ഈസിയുള്ള ഒരു നമ്പറാണ്. അല്ലെങ്കിൽ നമ്മൾ ഡി ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. ഡിഫറൻസ്, ഇത് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ X8ഉം X3യും. ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള നമ്പറാണ്. X3 30 ആണ്, X8 80 എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നാമത്തെ നമ്പർ 30, എട്ടാമത്തെ നമ്പർ 80 ആണെങ്കിൽ നാലാമത്തെ 40, അഞ്ചാമത്തെ 50 നമുക്കറിയാം അല്ലേ. ഒന്നാമത്തത് 10, രണ്ടാമത്തത് 20, അങ്ങനെ നമുക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഡി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ നമ്പർ ഉണ്ടല്ലോ 80 - 30/8 - 3 വെച്ചിട്ട് ഡി കണ്ടുപിടിക്കാം. ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ നമ്പർ ഉണ്ടല്ലോ, ഡി നമുക്ക് 10 ആണ് കിട്ടുക. അപ്പം മൂന്നാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ 30 എഴുതിയിട്ട് 2 എന്ന് പറയുമ്പോൾ 30 10 ഓർക്കും. അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട്. The sum of 11th 21st term of an arithmetic sequence is 80. What is 16th term? അതും മിഡിൽ ടേമിൻ്റെ ഇതിൽ തന്നെയാണ് വരിക. പക്ഷേ അവിടെ നമുക്ക് ആ പെയർ എടുക്കുന്ന രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. X11 + X21 = 80 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ X16 എന്ന് പറയുമ്പം 80/2 = 40. അപ്പോൾ അതും എന്താണ്? 11ഉം 21 എന്ന് പറയുന്ന നമ്പർ 32 ആണ് അല്ലേ. 11ഉം 21ഉം 32 ആണ്. 32ൻ്റെ പകുതിയാണ് 16 എന്ന് പറയുന്നത്. അപ്പം മിഡിൽ ടേം കാണാൻ വേണ്ടി നമ്മൾ 80/2 = 40 നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? X11 എന്ന് പറയുന്നത് X1 + 10D എന്ന് എഴുതാം. X21 എന്ന് പറയുമ്പം X1 + 20D എന്ന് എഴുതാം. അപ്പോൾ അത് 80 ആണ്. അതിൽ X1ഉം 2 പ്രാവശ്യം ഉണ്ട്. 10ഉം 20 30D ഉണ്ട്. അതിൽ 2 കോമൺ ആയിട്ടുള്ളതിനെ പുറത്തെടുക്കുക. നമ്മൾ മുന്നേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2നെ പുറത്തെടുക്കാം. X1 + 15D കിട്ടും ഉള്ളിൽ. അത് 2 ഇവിടെ എടുത്തിട്ടുണ്ട്. 30ൻ്റെ പകുതി 15 എടുത്തു. 2 ഇനി ഇങ്ങേ സൈഡ് പോകുമ്പോൾ 80/2 40 വരും. ഈ X1 + 15D എന്ന് പറയുമ്പോൾ X16 ആണ്. അത് 40 എന്ന് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ സെക്ഷനിൽ ദ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ഈസ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇഫ് ആംഗിൾസ് ആർ ഇൻ according to their magnitude, what would be the third angle? If the smallest angle 40 degree, what are the other angles? Can the smallest angle be 36 degree?
അപ്പോൾ ആംഗിൾസ് നോക്കുക, പെൻറ്റഗണിലാണ്. പെൻറ്റഗണിൽ 5 ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുമല്ല ക്വസ്റ്റ്യനിലെ ആംഗിൾസ് ആർ അരിത്തമെറ്റിക് സീക്വൻസിലാണ്, അതിൻ്റെ സൈഡിനനുസരിച്ചിട്ട് ഇതുമാണ്. അതിൻ്റെ തേർഡ് ആംഗിൾ നോക്കുക, തേർഡ് ആംഗിൾ കാണാനും പറയുന്നുണ്ട്. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്ന് പറയുമ്പോൾ n-2 × 180 ഡിഗ്രി. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പെൻറ്റഗൺ, അതായത് നമുക്ക് ഓർമ്മിക്കുക പോളിഗൺ ആണെങ്കിൽ, അതായത് ഏത് ബഹുഭുജത്തിൻ്റെയും ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ആണ്. അപ്പോൾ 5 വശം പഞ്ചഭുജം ആകുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? 5 - 2, 5 സൈഡാണ്. അപ്പോൾ 5 - 2 × 180, 5 - 2 എന്ന് പറയുമ്പോൾ 3 × 180 540 വരും. നമുക്കറിയാം മിഡിൽ ടേം എന്ന് പറയുന്നത്, അതായത് 5 എണ്ണം x1 + x2 + x3 + x4 + x5 ആണ് 540. അപ്പോൾ x3 എന്ന് പറയുന്നതാണ് മിഡിൽ ടേം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് 540/5 108 ആയിരിക്കും. മൂന്നാമത്തെ നമ്പർ 108. മൂന്നാമത്തെ നമ്പർ 108 നമുക്ക് ഇഷ്ടമുള്ള, അതായത് 2 നമ്മൾ നേരത്തെ ആ 17 ചെയ്തതുപോലെ 2 ആഡ് ചെയ്ത് 110. അപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മളോട് പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടില്ല, നമ്മളോട് ആ നമ്പറിൻ്റെ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു നമ്പറിൻ്റെ സെറ്റ്, അതുപോലെ 108 വെച്ചിട്ട് നമുക്ക് 5 ആഡ് ചെയ്ത് പോവാം, 6 ആഡ് ചെയ്ത് പോവാം, 1 ചെയ്ത് 108, 109, 110 ആ രീതിയിലൊക്കെ നമുക്ക് 5 ആംഗിൾസ് ഫോം ചെയ്യാം. ഇവിടെ ഇപ്പം നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 540 ഒക്കെ കിട്ടുന്നുണ്ട് നമ്പേഴ്സ്. അതുപോലെയുള്ള ഏത് സെറ്റും നമുക്ക് എടുക്കാം. പക്ഷേ മിഡിൽ നമ്പർ നടുക്ക് 108 ഉണ്ടാവണം. വലത്തോട്ടും ഇടത്തോട്ടും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏത് നമ്പറാണോ വലത്തോട്ട് ആഡ് ചെയ്യുന്നത് ആ നമ്പർ തന്നെ ഇടത്തോട്ടേക്കും മൈനസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അതിലെ സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 ഡിഗ്രി വാട്ട് ആർ ദ അതർ ആംഗിൾസ്. 40 ഡിഗ്രി ആകുമ്പോഴും നമുക്കറിയാം 40 ഡിഗ്രി അത് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ 40 ഡിഗ്രി, തേർഡ് ആംഗിൾ 108 നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റും അറിയാം തേർഡും അറിയാം. നടുക്കറ്റത്ത് കാണാൻ 40ഉം 108ഉം ആഡ് ചെയ്തിട്ട് പകുതിയാക്കിയാൽ മതി. അപ്പോൾ 74 കിട്ടും, 74 കിട്ടും നമുക്കപ്പോൾ ഡി എന്ന് പറയുന്നത്. ഇതിവിടെ ഇപ്പം നമുക്ക് 74 കിട്ടിയാൽ അതിൻ്റെ ഡി എന്ന് പറയുമ്പോൾ 34 ആയിരിക്കും. നമ്മുടെ പാറ്റേൺ 40, 74, 108, 142, 176 ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് അതിലെ ആംഗിൾ ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36 അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആവുമെന്നാണ്. അപ്പം നമുക്ക് ഈ പാറ്റേൺ നോക്കിയാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവും. 40 വരുമ്പം 176 ആണ്. 40ൻ്റെ ബാക്കിൽ ഇപ്പം നമ്മൾ നമ്പർ കൂടുന്നതിനനുസരിച്ച്, അതായത് ഇപ്പം 39 വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ആംഗിൾ കൂടും അല്ലേ, 177 വരും. 38 വരുമ്പോൾ ഇവിടുത്തെ മാറ്റം ഉണ്ടാവും. അതുപോലെ നമ്മൾ 36 ആകുമ്പോഴത്തേക്ക് ഇവിടെ 180 ആണ് വരിക. 36 ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് 180 വരും. 180 എന്ന് പറയുമ്പോൾ അവിടെ ആംഗിൾ അല്ല വരിക, അതൊരു സ്ട്രെയിറ്റ് ലൈനാണ് വരിക. അതുകൊണ്ട് നമുക്ക് എപ്പോഴും 36ൽ കൂടുതലായാലും മാത്രമേ 180 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ മെഷർമെൻറ്റ് ഒരു ലൈനാണ്, അതൊരു ആംഗിളായിട്ട് വരില്ല. 179 വരെ മാത്രമേ ആംഗിൾ വരുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ആംഗിൾ വരക്കാൻ പറ്റില്ല, അതൊരു ലൈന് മാത്രമായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈന് മാത്രമായിരിക്കും. അപ്പോൾ എപ്പോഴും ആംഗിൾ 336ൽ കൂടുതൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ.